കണ്ണീരൊന്നും വേണ്ട വേണ്ട, മനം പൊള്ളും നോവും വേണ്ട, വേണ്ടെന്ന്. അരികത്തായെന്നും കാവൽ നിൽക്കാൻ ഞാനില്ലേ. എടോ തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. എവിടുന്ന് വന്നുണ്ട് മനസ്സിലായില്ലേ? രേണു സുധി, കൊല്ലം സുധി എന്ന് പറഞ്ഞ അതുല്യനായ കലാകാരന്റെ വൈഫ് ആണ് രേണു സുധി. സത്യം പറഞ്ഞാൽ ഇപ്പം ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യാൻ വലിയ താല്പര്യമുള്ള ഒരു വീഡിയോ ഒന്നുമല്ല. പക്ഷേ ചില കാര്യങ്ങൾ പറയാതിരിക്കാനും വയ്യ. ഇതൊരിക്കലും ഞാൻ റീലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ടോ ഒന്നും സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ വീഡിയോസ് അധികം റീച്ച് ആവാറോ ഇല്ല. എങ്കിൽ തന്നെ ഞാൻ പറയുന്നൊരു കാര്യമാണ്, ഈ ഒരു വീഡിയോ ഇപ്പം ഞാൻ ചെയ്യാൻ കാരണം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ആ പുറകിലിരിക്കുന്നത് സുധിയാണ്, മരിച്ചുപോയ സുധി, ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ട സുധി. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇങ്ങനത്തുള്ള റീലുകളൊക്കെ ഈ ഒരു മാലയിട്ട ഫോട്ടോയുടെ മുമ്പിൽ ഇരുന്ന് ചെയ്യുമ്പോൾ ജസ്റ്റ് ഫോർ എ ഫണ്ണായിരിക്കും, ഇന്റർവ്യൂ ആയിരിക്കും, എന്തോ ആയിക്കോട്ടെ. ഒരിക്കല് ഈ രേണുവിനെ സ്നേഹിച്ചൊരു വ്യക്തിയാണ് ഈ സുധി എന്ന് പറയുന്ന ഒരാള്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അപ്പം മരിച്ചുപോയവർ ഒരിക്കലും തിരിച്ചു വരില്ല. എങ്കിലും അവരുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഈ കോപ്രായത്തരങ്ങൾ കാണിക്കുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല. അതുകൊണ്ട് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഒരിക്കൽ നിങ്ങളെ സ്നേഹിച്ചൊരു വ്യക്തിയാണത്, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞിനെയും നോക്കിയൊരു വ്യക്തിയാണത്. അയാളുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് അനാവശ്യ റീച്ചിന് വേണ്ടിയിട്ടല്ലേ ഈ ഒരു പരിപാടി ഇപ്പോൾ രേണു സുധി കാണിക്കുന്നത്. വളരെ മോശം, വെരി ബാഡ്. നിങ്ങൾ ഈ കാണിക്കുന്നത് മൊത്തം ഫുള്ള് ഫേക്കും പ്രഹസനവുമാണ്. നിങ്ങൾക്കൊരു റീച്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന വേലകളാണെന്നുള്ളത് മനസ്സിലാക്കി ഈ ഒരു ഒറ്റ വീഡിയോ കൊണ്ടുപോയി. നിങ്ങളെ ഇനി എന്തൊക്കെ ന്യായീകരിച്ചാലും നിങ്ങൾ രേണു സുധിയുടെ വൈഫ് എന്നുള്ള പേര് അറിയപ്പെടാൻ ആ ഒരു ലെവലിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചെറ്റത്തരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഇതിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളാണെങ്കിലും നമ്മളൊരു പാർട്ണർ മരിച്ചു പോകുമ്പോൾ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ണർ മരിച്ചു പോകുമ്പോൾ ഇങ്ങനത്തെ കോപ്രായങ്ങൾ നമ്മൾ കാണിക്കുമോ? ജസ്റ്റ് തിങ്ക് ഇറ്റ്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ അവരുടെ ഇഷ്ടം, അവരുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് എന്നെ ഏറി കയറ്റാൻ വരുമെങ്കിലും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ കാണിക്കുന്നത് ചെറ്റത്തരമാണ്. ഇനി അതിനെ എത്ര ന്യായീകരിച്ചാലും ചെറ്റത്തരം തന്നെയാണ്. പക്ഷേ വളരെ മോശമാണ്. രേണുസുധി ഒന്ന് മനസ്സിലാക്കണം, ഒരിക്കൽ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നൊരു വ്യക്തിയാണ്, നിങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു വ്യക്തിയാണ്. അയാളുടെ ഫോട്ടോ വെച്ച് ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ നിർത്തുക. ഒരിക്കൽ നിങ്ങളെ സ്നേഹിച്ചവരോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ഇത്തരത്തിലുള്ള അനാവശ്യമായ സോഷ്യൽ മീഡിയ പ്രഹസനങ്ങൾ. അല്ലാതെ എനിക്ക് ഇതിനകത്തൊന്നും പറയാനില്ല.